ഈ ഭൂമിയിൽ എല്ലാവരും ഒരുപോലെ വിശന്നിരിക്കുന്ന ഒരേയൊരു സ്ഥലം ഗസയാണ്. UN ഉദ്യോഗസ്ഥർ, സഹായ ഗ്രൂപ്പുകൾ, മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കമുള്ളവർ മാസങ്ങളായി മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഗസയിലെ ഫലസ്തീൻ ജനത ക്ഷാമത്തിന്റെ വക്കിലാണ്. എന്നാൽ ഇതുവരെ ഔദ്യോഗികമായി ഗസയിലെ ക്ഷാമം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു റൊട്ടിക്കായി കിലോമീറ്ററുകൾ ദൂരം പിഞ്ചുമക്കളടക്കം കാത്തുനിൽക്കേണ്ട അവസ്ഥ കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാത്തത്? അതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഗസയിലെ 21 ലക്ഷം ജനങ്ങൾ അതീവ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ്. ഒരു നേരത്തെ വിശപ്പടക്കാൻ ആവശ്യമായ ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ. അവരിൽ 4.7 ലക്ഷം പേരും ദുരന്തകരമായ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് റിപ്പോർട്ടുകൾ. 2.5 മാസം നീണ്ടുനിന്ന ഉപരോധത്തിന് മെയ്യിൽ ഇളവ് വരുത്തിയെങ്കിലും കടലിൽ ഒരു തുള്ളി എന്ന കണക്കെ സഹായത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ മുനമ്പിലേക്ക് എത്തുന്നുള്ളൂ. സഹായ കേന്ദ്രങ്ങളിലേക്കോ വാഹന വ്യൂഹങ്ങളിലേക്കോ എത്താൻ ശ്രമിക്കുന്നതിനിടെ നൂറുകണക്കിനു പേർ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മുന്നറിയിപ്പ് നൽകാതെ അന്നം തേടിയെത്തുന്നവരെ വെടിവെച്ച് വീഴ്ത്തുകയാണ് IDF. ഗസയിലെ പ്രതിസന്ധി അനുദിനം വഷളാകുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു. ഗസയിലെ ഏകദേശം 20 ലക്ഷം ഫലസ്തീനികൾ പൂർണ്ണമായും പുറത്തുനിന്നുള്ള സഹായത്തെയാണ് ആശ്രയിക്കുന്നത്. ഇതിനോടകം പരിമിതപ്പെടുത്തിയിരുന്ന പ്രാദേശിക ഭക്ഷ്യ ഉൽപാദനം പൂർണ്ണമായും ഇസ്രായേൽ ആക്രമണത്തിൽ ഇല്ലാതാക്കി. 2024 മാർച്ച് മുതൽ മെയ് വരെ വടക്കൻ ഗസയിൽ ക്ഷാമം ആസന്നമാണെന്ന മുന്നറിയിപ്പ് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ടിലൂടെ നൽകിയിരുന്നു. 2025 മെയ് വരെ ഗസയിലെ 4.7 ലക്ഷം പേർ IPC ഫേസ് 5 എന്ന ദുരന്തകരമായ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഗസയിലെ ജനസംഖ്യയുടെ 22% വരും ഇത്. 71,000 കുട്ടികൾക്കും 17,000 അമ്മമാർക്കും അടിയന്തര പോഷകാഹാര ചികിത്സ ആവശ്യമാണ്. 2024 ജൂലൈയിൽ UN വിദഗ്ധർ ഗസയിൽ ക്ഷാമം വ്യാപകമാണെന്ന് പ്രഖ്യാപിച്ചു. കുട്ടികളുടെ പട്ടിണി മരണമാണ് ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ 2024 ജൂൺ 30-ന് IPC ഫാമിൻ റിവ്യൂ കമ്മിറ്റി ഗസയിൽ ഇപ്പോൾ ക്ഷാമം സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞ് അടിയന്തര നടപടി ആവശ്യമാണെന്ന മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ക്ഷാമം പ്രഖ്യാപിക്കുന്നത് ലോകത്തിലെ പ്രമുഖ ഭക്ഷ്യ പ്രതിസന്ധി അതോറിറ്റിയായ ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ അഥവാ IPCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. 2004-ൽ സൊമാലിയയിലെ ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് IPC. ഒരു ഡസനിലധികം UN ഏജൻസികൾ, സഹായ ഗ്രൂപ്പുകൾ, സർക്കാരുകൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അതോറിറ്റിയാണിത്. ഒരു പ്രദേശത്ത് ക്ഷാമമുണ്ടെന്ന് പ്രഖ്യാപിക്കാൻ ഈ പറയുന്ന 3 മാനദണ്ഡങ്ങളിൽ 2 എണ്ണമെങ്കിലും പാലിക്കപ്പെടണം. 20% കുടുംബങ്ങൾക്ക് അതീവ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുക, അല്ലെങ്കിൽ അവർ പട്ടിണിയിലാകുക. 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള 30% കുട്ടികൾക്ക് അക്യൂട്ട് മാൽ ന്യൂട്രീഷൻ അഥവാ കടുത്ത പോഷകാഹാരക്കുറവുണ്ടാവുക. 10,000 പേരിൽ ദിവസേന 2 മുതിർന്നവരോ 4 കുട്ടികളോ പട്ടിണി മൂലമോ പോഷകാഹാരക്കുറവ് മൂലമോ മരിക്കുക. ഗസയിൽ കുട്ടികളുടെ മരണകാരണം വിശപ്പാണെന്ന് എല്ലായ്പ്പോഴും വ്യക്തമല്ല. രോഗങ്ങളോടൊപ്പം പോഷകാഹാരക്കുറവും ചേർന്നാണ് കുട്ടികളിൽ മരണം സംഭവിക്കുന്നത്. അതിനാൽ പട്ടിണിയെന്ന് മാത്രം മരണകാരണമായി വ്യക്തമായി രേഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് ബുദ്ധിമുട്ടാണെന്ന് വേൾഡ് പീസ് ഫൗണ്ടേഷൻ ഡയറക്ടർ അലക്സ് ഡിവാൾ വിശദീകരിക്കുന്നു. ഇസ്രായേൽ ആക്രമണം ഗസയുടെ ആരോഗ്യ സംവിധാനത്തെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. 90% ജനങ്ങളും കുടിയിറക്കപ്പെട്ടു. ആശുപത്രികൾ തകർന്നു. ഇതിനാൽ പോഷകാഹാരക്കുറവിന്റെ കൃത്യമായ ഡാറ്റ ശേഖരിക്കാൻ പ്രയാസമാണ്. ക്ഷാമം പ്രഖ്യാപിക്കപ്പെട്ടാലും അന്താരാഷ്ട്ര സഹായം എത്തിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങളും ഗസയിലെ നിയമവ്യവസ്ഥയുടെ തകർച്ചയും ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഏറെ ബുദ്ധിമുട്ടാക്കുന്നുവെന്ന് UN ഏജൻസികളും പറയുന്നു. ഗസയിലെ ക്ഷാമം ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. അതിന് പരിഹാരം ഭക്ഷ്യസഹായ വിതരണം വർദ്ധിപ്പിക്കുക എന്നതാണെന്നും വ്യക്തമാക്കുന്നുണ്ട് UN. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗസ മുനമ്പിൽ പട്ടിണി മൂലം കുറഞ്ഞത് 10 പേരെങ്കിലും മരിച്ചുവെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ക്ഷാമവും പോഷകാഹാരക്കുറവും മൂലമുള്ള മരണസംഖ്യ ആശങ്കാജനകമായ നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽ ബർഷ് എക്സ് പോസ്റ്റിൽ കുറിച്ചു. ഒപ്പം അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്: ഇത് വെറും സംഖ്യകളല്ല, സഹായത്തിനായുള്ള നിലവിളികളാണ്. ഏറെ വൈകും മുൻപ് ലോകം പ്രവർത്തിക്കണമെന്ന മനുഷ്യരുടെ അപേക്ഷയാണ്.